മഹേട്ടന് എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല. ഇന്നലെ രാത്രി ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയതാ. ഈശ്വരാ, ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? ഞാനിതെവിടെയാ? അപ്പോ ഇന്നലെ രാത്രി വന്നു കിടന്നത് ഇവിടെയാണല്ലേ? ഇതെന്താ കട്ടാക്കുന്നേ? ശിവൻ എന്താ ഫോൺ കട്ടാക്കുന്നേ? അതെന്താ ഫോൺ വിളിച്ചപ്പോ കട്ടാക്കിയത്? ആ ഫോൺ കട്ടാക്കിയതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നു. എന്നുവെച്ചാ ഒന്നുമില്ല. എന്തായി നമ്മുടെ കാര്യങ്ങള്? ഡോക്ടർ എത്തിയോ? ഡോക്ടറൊക്കെ എത്തി. അല്ല, ഇന്നലെ എവിടെയാ കിടന്നേ? ഓപ്പറേഷൻ തിയേറ്ററില്. ഓ, അത് പഴയ തിയേറ്റർ അല്ലേ? ഇപ്പൊ കീറിമുറിക്കലൊക്കെ നടക്കുന്നത് വേറെ സ്ഥലത്താ. എനിക്കതല്ലേ പരിചയം. എന്താ, വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, എനിക്കിവിടെ നേരത്തെ വന്ന പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് ആദ്യം കണ്ട സ്ഥലത്ത് കയറി കിടന്നുറങ്ങി. അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാഞ്ഞത് ഭാഗ്യം. അല്ല, അപ്പൊ നമ്മുടെ പരിപാടി എന്താ? ഡോക്ടറെ കാണുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു, പോകുന്നു. എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. ഓക്കെ. മോളെ, ശിവൻ വന്നോ? ഇല്ല. അപ്പോ എന്തോ അത്യാവശ്യ കാര്യത്തിലാണ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇന്നലെ മുതൽ വിളിക്കുന്നതാ, കോള് പോകുന്നില്ല. ഞാനും കൂടി വിളിക്കാം. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും പറയാം. ഇന്നലെ ഒരുപാട് രാത്രിയായോണ്ടാ ഞാൻ വിവരം പറയാഞ്ഞത്. പിന്നെ സീരിയസ് ആയ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടറും പറഞ്ഞായിരുന്നു. റാണിയുടെ അച്ഛൻ ആരുടെ കാര്യമായി പറയുന്നേ? മഹേന്ദ്ര സാറിന്റെ. അയ്യോ, മഹേട്ടന് എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല. ഇന്നലെ രാത്രി ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയതാ. ഈശ്വരാ, തെറിച്ച് കുഴിയിലേക്ക് വിട മഹേന്ദ്ര സാറിനെ ഞാനും 1-2 പേരും ചേർന്ന് സിറ്റി ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട്. അയ്യോ അയ്യോ, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളെ ചുമതലപ്പെടുത്തിയിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാ രാത്രിയിൽ വിളിച്ച കാര്യങ്ങൾ പറയാതിരുന്നത്. അമ്മേ, എന്താ അമ്മേ നമ്മളിപ്പോ ചെയ്യാ? ഏട്ട സ്ഥലത്തും ഇല്ലല്ലോ. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കങ്ങനെ വലിയ പരിക്കുകളൊന്നുമില്ല. മോളെ, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ. എന്നാ പിന്നെ നിങ്ങൾ റെഡി ആയിക്കോ. ഞാൻ ശിവനെ കിട്ടുമെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. റെഡിയാവാനൊന്നുമില്ല മോളെ. എടി, നീ ആ ഫോണിൽ എടുത്തേ. നിങ്ങളെ ഞാൻ വന്ന ഓട്ടേ തന്നെ പോയിക്കോ. ഇവിടെ പെട്ടെന്ന് വേറെ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാ. അയ്യോ ഈശ്വര, എന്റെ ദൈവമേ, ഒന്നും വരുത്തരുതേ. അമ്മേ, വാ. വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്. കേറ് മോളെ. നിങ്ങളാണോ കേരളത്തിൽ നിന്ന് വന്നു പറഞ്ഞേ?
അതെ ഡോക്ടർ, വിഷ്ണുവിന്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഞാനായിരുന്നു. അവയവദാനത്തിനായി അവന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പിട്ടത് ഞാനായിരുന്നു. വൈരമുത്ത് എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. ഡോക്ടർ, സോറി. ഞങ്ങൾക്ക് വേണ്ടത് ആ ഡെത്ത് സർട്ടിഫിക്കറ്റാ. അത് കിട്ടിയ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകായിരുന്നു. അന്ന് ഞങ്ങള് ശ്രീകുമാർ എന്ന പേരില ഇവിടെ അഡ്മിറ്റ് ആയിരുന്നത്. അത് ഇക്കാര്യത്തിന് ഒരു രഹസ്യ സ്വഭാവം വേണമെന്ന് വിഷ്ണു പറഞ്ഞിരുന്നതുകൊണ്ടാ അന്ന് അങ്ങനെയൊന്ന് പേര് മാറ്റിയത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ അതൊരു വിഷയമാകൂ ഡോക്ടർ? ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ അങ്ങനെ തന്നെയാണ് പേര് കൊടുത്തതെങ്കിലും വിഷ്ണുവിന്റെ പേര് തന്നെയാ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പേര് മാറ്റിയാണ് ശസ്ത്രക്രിയ നടത്തിയതെങ്കിലും പേഷ്യന്റ് മരിച്ചുപോയതിനാൽ യഥാർത്ഥ പേര് തന്നെയാ ഞാൻ ഫയലിൽ എഴുതി ചേർത്തത്. കാരണം തെറ്റായ പേര് കൊടുക്കുന്നത് മരിച്ച ആളോടുള്ള അനാദരവല്ലേ? വളരെ ഉപകാരം ഡോക്ടർ. ഇനി ഇത് ഞങ്ങൾക്ക് കിട്ടാനായി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓഫീസിലേക്ക് ചെന്നാൽ മതി, ഞാൻ ഫയല് അങ്ങോട്ട് അയച്ചോളാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ഫുൾ കോപ്പി കിട്ടും. അതുപോലെ. വളരെ ഉപകാരം ഡോക്ടർ, കാര്യങ്ങൾ എത്രയും ഈസി ആക്കി തന്നതിന്. അതിന് നന്ദി പറയേണ്ടത് വൈരമുത്തുവിനോടാ. കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്കിവിടെ അതിന്റെ ഫയൽ എടുക്കാൻ പറ്റി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വരാം. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എന്താണെങ്കിലും ചെയ്തു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. മാഡം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കുമാരേട്ടന്റെ ഒരു സഹായം എനിക്ക് വേണം. ആ സഹായം എനിക്ക് കിട്ടിയാലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നെപ്പോലെ ഒരാൾക്ക് ഇതിൽ പരം സന്തോഷം വരാനുണ്ടോ? മാഡം പറഞ്ഞോളൂ. എന്ത് കാര്യമായിരുന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പുറത്തുനിന്ന് കീർത്തി ഹോസ്പിറ്റലിനെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും ആർക്കും സാധിക്കും. പക്ഷേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. എന്തെല്ലാം തട്ടിപ്പുകളാണോ അവിടെ നടക്കുന്നത് അതിന്റെ ഒപ്പം അതിന്റെ ഭാഗമായി നമ്മളും അവിടെ വേണം. ജില്ലാ കളക്ടർ ശാലിനിയായിട്ടല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാളായിട്ട് എനിക്ക് ആ ഹോസ്പിറ്റലിനുള്ളിൽ കയറി പറ്റണം. അതിനെന്താ വഴി? കാര്യം മനസ്സിലായി. ഹോസ്പിറ്റലിനകത്ത് മാഡത്തിന് ആരുടെയും കണ്ണിൽ പെടാതെ നിൽക്കാനുള്ള ഒരു സ്പേസ് വേണം. അതിന് അവിടെ സർജറിക്കായി അഡ്മിറ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ബന്ധുവായിട്ടോ ബൈസ്റ്റാൻഡർ ആയിട്ടോ അങ്ങനെ ഒരാളായി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണം.